ഒരു ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ കടന്നു വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അയാള് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ ഷാം അഈദ് സ്വലാത്തക ഫഇന്നക മാ സ്വല്ലൈത. നീ നിസ്കാരം മടക്കി നിസ്കരിക്കണം. നീ നിസ്കരിച്ചിട്ടില്ല, സ്വന്തം നിസ്കരിച്ചു. അയാൾ തിരിച്ചു പോകുമ്പോ അയാളെ വിളിച്ചു പറഞ്ഞു, അഈദ് സ്വലാത്തക ഫഇന്നക മാ സ്വല്ലൈത. നിന്റെ നിസ്കാരം നീ മടക്കണം, വീണ്ടും നീ നിസ്കരിക്കണം, നീ നിസ്കരിച്ചില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി പറഞ്ഞില്ല. രണ്ടാമത് അയാൾ വന്ന് നിസ്കരിച്ചു. എന്നിട്ട് അയാൾ രണ്ടാമത് പോകുമ്പോ രണ്ടാമത് അയാളെ വിളിച്ചു പറഞ്ഞു, നിസ്കാരം ആയിട്ടില്ല, നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നിസ്കാരം ആ രൂപത്തിലായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ പള്ളിക്ക് ബെന്നത് കാണുന്ന തോന്നുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ പിന്നിൽ കുറച്ച് നിസ്കാര സമാധാനത്തിൽ ഉണ്ടാവും. കാരണം ഇമാമും സമാധാനം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനം അല്ല, നമ്മൾ പുറത്തിരിക്കുന്നുണ്ടാവും. ഉള്ളിലേക്ക് ബെന്നത് കാണുന്നുണ്ട്, തിരിച്ച് ബോധം കാണുന്നുണ്ട്. എന്താണ് നിസ്കാരം? എന്താണ് നിസ്കാരം? നിസ്കാരം എന്താണ്? അല്ലെങ്കിൽ എന്താണ് നിസ്കാരം? നമ്മുടെ മക്കളോട് ചോദിച്ചാല് എന്താണ് നിസ്കാരം എന്താണെന്ന് ചോദിച്ചാല് ചിലപ്പോ മക്കൾക്ക് പറയാനുള്ളത് എന്തായിരിക്കും അറിയോ? ഉമ്മ എപ്പോഴും ചോദിക്കുന്നല്ല, നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ല. ചിലപ്പോ എന്റെ ഉമ്മമാർ ചോദിച്ചോണ്ടോ നിസ്കരിച്ചറ. അപ്പൊ ഉപ്പാന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഒന്നും അതാണ് നിസ്കാരം. നമ്മുടെ മക്കൾ ചിലപ്പോ മനസ്സിലാക്കുന്നത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താണ് നിസ്കാരം? ആ നിസ്കാരത്തിന്റെ ഗൗരവം അറിയാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ ഉള്ള നിസ്കാരം. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനോട് അഭിമാനങ്ങൾ പറഞ്ഞത്, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരമാണ്. നമ്മളെ മക്കൾ പറയുന്നത് പോലെ നമ്മളെ ഒരു നിസ്കാരം അതല്ല. പരിശുദ്ധമായ തക്ബീറത്തുൽ ഇഹ്റാമോട് തക്ബീറത്തുൽ ഇഹ്റാം തന്നെ എന്താ? അല്ലാഹു അക്ബർ. മറ്റുള്ള ചിന്തകൾ മുഴുവനും നീക്കിവെച്ച്, മറ്റുള്ള ഓർമ്മകൾ, മറ്റുള്ള കാര്യങ്ങൾ മുഴുവനും നീക്കിവെച്ച് അല്ലാഹുവിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് അതിന്റെ ഇടയിൽ അതൊക്കെ ഉണ്ട്. ഒരുപാട് ദിക്റുകൾ, തസ്ബീഹുകൾ, ഫാത്തിഹകൾ, ഖുർആനോത്തുകൾ, അതുപോലെ പടച്ച റബ്ബിനോട് പ്രാക്ടിക്കലായി നമ്മുടെ പ്രവർത്തനം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് അമലുകൾ, അതൊക്കെയും കൂടിയിട്ട് സലാമോട് കൂടിയിട്ട് അവസാനിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നിസ്കാരം അതിന്റെ രൂപത്തിലായാൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിൽ ഖുർറത്തു ഐൻ അല്ലെ. നമ്മൾ സാധാരണ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ദ്വാരക്കുന്നവരുമാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത ഐൻ. എന്റെ മക്കള്, എന്റെ ഭാര്യ അവർക്ക് ഒരിക്കലും കണ്ണ് കുളിർമയാകുന്ന രൂപത്തിലാക്കി തരണേ. കണ്ണ് കുളിർമയാകുന്ന മക്കൾ, കണ്ണിന് കുളിർമയേകുന്ന ഭാര്യ, കണ്ണിന് കുളിർമയേകുന്ന ഒരു കുടുംബം എനിക്ക് നീ തരണേ അല്ലാഹുവോട് ദ്വാരക്കുക. അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? എനിക്ക് കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിസ്കാരമാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ശത്രുക്കളോട് പോലും ദേഷ്യപ്പെട്ടതില്ല. ഇവിടുത്തെ ശത്രുക്കളോട് പോലും ഒരു അറുപ്പുള്ള ദ്വേഷമുള്ള സ്വഭാവത്തിൽ പെരുമാറിയതില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ പെരുമാറിയിട്ടുണ്ട്. ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയം, ഖന്തഖ് യുദ്ധം നടക്കുന്ന ആ ദിവസം അവിടുത്തെ അസ്ർ നിസ്കാരം ശത്രുക്കളുടെ ആ പ്രയാസം കൊണ്ട് ചിലപ്പോ ചില സാങ്കേതികമായ കാരണം കൊണ്ട് അസ്ർ നിസ്കാരം കുറച്ച് ഒഴുകിയപ്പോ സുബ്ഹാനല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവം മാറിയതാണ്. രീതിയിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടു, ദേഷ്യം വന്നുപോയി. എന്താ കാരണം? ദുനിയാവിന്റെ വിഷയമല്ല, പിന്നെ അവിടുത്തെ അസ്ർ നിസ്കാരത്തിന്റെ പ്രയാസമുണ്ടാക്കി ശത്രുക്കൾ. പറഞ്ഞു വന്നത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യം വേണ്ടതുപോലെ നാം മനസ്സിലാക്കി. നമ്മുടെ ഓരോ നിസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ നമുക്ക് കുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ തെറ്റുകുറ്റങ്ങളുടെ സംഖ്യകൾക്ക് ചിലപ്പോ നമുക്ക് അതിന്റെ എണ്ണങ്ങൾ കുറവാക്കി വരാൻ നമ്മുടെ നിസ്കാരത്തെ കൊണ്ട് പറ്റില്ല എങ്കിൽ ആ നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്, വൈലുൽ ലിൽ മുസല്ലി. നാശം നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ്. ഏത് നിസ്കാരമാണ്? നമ്മുടെ നിസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് മാറ്റമില്ല. നമ്മുടെ നിസ്കാരത്തെ കൊണ്ട് നമ്മുടെ ജീവിത ശൈലികൾക്ക് മാറ്റമുണ്ടായില്ല എങ്കിൽ
നിസ്കാരം അതായിരിക്കണം. സൂറത്തുൽ അൻകബൂത്ത് അല്ലാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്താ? നിസ്കാരം നമ്മുടെ ചീത്ത പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ ഒരു പരിചയമാണ്. ധാരാളിയെ കടന്നു പോകുമ്പോൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ ഓടി വരേണ്ടത് ഞാനിപ്പോ അള്ളാന്റെ മുമ്പിൽ കുമ്പിട്ട് വന്നതല്ലേ, ഞാൻ അള്ളാന്റെ മുന്നിൽ ഇന്ന് വന്നവനല്ലേ, ഞാൻ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവന്റെ പരദോഷങ്ങളും ദൈവത്തും നമീമത്തും മറ്റുള്ള പാവങ്ങളും ചെയ്യാം. എന്റെ നിസ്കാരം, എന്റെ തഹജ്ജുദ്, എന്റെ സുബഹിന്റെ ജമാഅത്ത്, അല്ലെങ്കിൽ ദുഹറിന്റെ ജമാഅത്ത്, എന്റെ ഫർദ് നിസ്കാരം, ആ നിസ്കാരം പാവങ്ങളെ തൊട്ട് എന്നെ തടഞ്ഞു നിർത്തുന്നതാകണം. ഇന്ന സ്വലാ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ചീത്തയെ തൊട്ട് അതുപോലെ മോശമായ പ്രവർത്തനങ്ങളെ തൊട്ട് അത് തടഞ്ഞു നിർത്തുന്നതാണ്. എന്നാലേ ആ നിസ്കാരം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ആ രൂപത്തിലുള്ള നിസ്കാരം അല്ലാത്തത് കൊണ്ട് 2 പ്രാവശ്യം നിസ്കരിച്ച് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനോട് പോലും ഹബീബായ ഞങ്ങൾ പറഞ്ഞു നിന്റെ നിസ്കാരം ആയിട്ടില്ല. നിന്റെ നിസ്കാരം നിങ്ങൾ കാണുമ്പോൾ നിസ്കാരമാണ് പെട്ടെന്നുള്ള സുജൂദും എന്തായി തിരിച്ചുപോയി. പക്ഷെ ആ നിസ്കാരം എന്തായില്ല. നിസ്കാരം ചില ആളുകൾക്ക് നിസ്കാരം കൊണ്ട് വൈകുള്ളിൽ മുസല്ലീനാണ്. ചില ആളുകൾക്ക് സലാത്ത് കൊണ്ട് ചീത്ത പ്രവർത്തനങ്ങൾ അവനെ നിസ്കാരം അവന് ചെയ്യാൻ വേണ്ടി വരുമ്പോ നിസ്കാരം അവനെ തടഞ്ഞു വെക്കാൻ അവനെ പാടില്ല. ഈ തടഞ്ഞു നിസ്കരിച്ച മനുഷ്യരല്ലേ, ജമാഅത്തിൽ പങ്കെടുത്തവനല്ലേ, എങ്ങനെയാ നീ തെറ്റ് ചെയ്യുക, എങ്ങനെയാ ഈ തെറ്റിൽ നീ കൂട്ടുകാരനാവാ പാടില്ല എന്ന് പറഞ്ഞു. ഓരോ നിസ്കാരങ്ങളും മാസത്തിലൊരു നിസ്കാരമല്ലല്ലോ, ആഴ്ചയിലൊരു നിസ്കാരമല്ലല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദിവസത്തിൽ 5 നിസ്കാരമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ളുഹർ നിസ്കാരത്തിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് ആ സുബഹി നിസ്കാരം നിസ്കരിച്ച മനുഷ്യൻ പിന്നെ ളുഹർ നിസ്കരിക്കുമ്പോ അവന്റെ ചിന്തയിൽ വരുന്നത് ഈ സുബഹിന്റെ ളുഹറിന്റെ ഇടയിൽ ഞാൻ എത്ര തെറ്റ് ചെയ്തു, ആ തെറ്റിനൊരു പ്രായശ്ചിത്തമാകണം എന്റെ ളുഹർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞത്, നബിയെ എനിക്ക് നിങ്ങളുടെ ഒരു ഉപദേശം പറഞ്ഞു തരണം, ഒരു വാദം പറഞ്ഞു തരണോ. പക്ഷെ വാദം പറയാൻ നീണ്ട വാദമാകാൻ പാടില്ല, പിന്നെ ശരിയാ അത്രേ ചെറിയ ഒരു ഷോർട്ടായ ഒരു വാദം. അപ്പൊ ഹബീബായ ഞങ്ങൾ അയാളെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ചെറിയൊരു വാക്കിനെ എനിക്ക് പറയാനുള്ളൂ, ഈ ഓരോ നിസ്കാരം നിസ്കരിക്കുന്നത് വേദത്തിന്റെ നിസ്കാരം ആ കൈകെട്ടുമ്പോൾ നീ മനസ്സിൽ കരുതേണ്ടത് ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സുഖമാണ്. ചിലപ്പോ പിന്നെ മരിച്ചു എന്നെ നിസ്കരിക്കുമ്പോൾ മനസ്സിൽ ഇത് അവസാനത്തെ ളുഹറാണ്, അവസാനത്തെ നിസ്കാരമാണ്, അസറിന്റെ മുന്നിൽ ചിലപ്പോ ഞാൻ മരിച്ചു പോകും. അങ്ങനെയുണ്ടെങ്കിൽ എന്റെ മരണോ അസറിന് മുമ്പാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കുന്നത് എന്ത് നിസ്കാരം ലോകത്തിന്റെ ബോധം ഉണ്ടാവില്ല, അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. എന്റെ അസറിന് മുമ്പ് ഞാൻ പോകണ്ടേ, അസറിന് മുമ്പ് എനിക്ക് ഡോക്ടർമാർ സമയം തന്നിട്ടുണ്ട്, 3 മണിക്ക് മരിച്ചു പോകും, 1 മണിക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് എത്ര വലിയ മാത്രം ഉണ്ടാവും. ആ സ്വാമിയോട് നിങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ നിശ്ചയിക്കുമ്പോ നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റം ഉണ്ടാവും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകട്ടെ. പടച്ചറപ്പ് നമ്മുടെ ആരാധനകൾ നിസ്കാരം അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അതിനെ ആക്കി തീർക്കാൻ പടച്ചറപ്പെ ഞങ്ങൾക്ക് നീ ഇൽമ നൽകണേ അല്ലാഹു, ഞങ്ങൾക്ക് നീ തഖ്വ നൽകണേ അല്ലാഹുവേ. ജീവിതത്തിൽ ഒരുപാട് കൊല്ലങ്ങളായി ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, നോമ്പ് നോക്കാൻ തുടങ്ങിയിട്ട്, അമൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം അതിന്റെ അടിയിൽ ഒരുപാട് ഈ പൊരുത്തപ്പെടാത്ത ചിന്താഗതികളും പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെയും കൂട്ടിച്ചേർന്നതാണ് നമ്മുടെ ഇബാദത്ത്. അതിന്റെ പേരിൽ പടച്ചവനെ ഞങ്ങൾ ചെയ്തത് നീ വെറുതെയാക്കല്ലേ അല്ലാഹു. ഈ നല്ലോണം ഉറങ്ങണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് പോലും എന്റെ പള്ളിയിൽ കടന്നു വന്ന നിസ്കരിച്ച നിസ്കാരങ്ങൾ പടച്ചവനെ പള്ളിയിലേക്ക് നടന്നു വന്നതും പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നതും നീ വെറുതെയായ ഒരു പ്രവർത്തനമായി നീ ആക്കല്ലേ. സ്വാലിഹ്യങ്ങൾക്ക് നൽകുന്ന അതേ സന്തോഷം, സ്വാലിഹ്യങ്ങൾക്ക് നൽകുന്ന അതേ പ്രതിഫലം നമ്മുടെ ഓരോ നടത്തത്തിനും ഇരുത്തത്തിനും നമ്മുടെ അമലുകൾക്കും നിസ്കാരങ്ങൾക്കും ജമാഅത്തുകൾക്കും നിന്റെ ഫദ്ൽ കൊണ്ട് നീ നൽകണേ അല്ലാഹു. പടച്ചവനെ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ഹലാലായ ആളുകൾ പറഞ്ഞു വസിയത്ത് ചെയ്തവരാണ്. ആരൊക്കെ ഞങ്ങളുമായി സദസ്സിലുള്ളവരുമായി വസിയത്ത് ചെയ്തവരുടെ അവരുടെ എല്ലാ വാദങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹു. പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് വേദനയിലാണ്. പടച്ചവനെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫാവ് നൽകണേ അല്ലാഹു. പകർച്ചവ്യാധി രോഗങ്ങളിനെതിരെ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും നീ സലാമത്താക്കണേ അല്ലാഹുവേ. ഗൾഫിന് മറ്റും അധ്വാനിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ സ്നേഹിതന്മാർ അല്ലാഹുവേ, ഗൾഫിലേക്ക് പോയ മക്കൾ
ആളുകളുണ്ട്. ഞാൻ കുടിയാൻ പറഞ്ഞ മോനെ ഗൾഫിൽ പോകാണ് അള്ളാഹുവേ, അങ്ങനെ ഒരുപാട് ആളുകൾ പോകുന്നു. പടച്ചോനെ അവർക്കൊക്കെയും ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് നൽകല്ലോ, അവരുടെ മനസ്സിന് സമാധാനം നൽകല്ലോ, ചെയ്യുന്ന ജോലിയിൽ ഭാഗത്ത് നൽകാറുണ്ട്. അള്ളാഹുവേ, ഗൾഫിൽ ഇങ്ങോട്ട് യാത്ര വരുന്നവർ, ഹജ്ജ് കഴിഞ്ഞ് യാത്ര പുറപ്പെടുന്ന ഹാജിമാർ, എല്ലാവരുടെ യാത്രകളിലും നമ്മുടെ യാത്രകളിലും നീ വലിയ വറക്കത്തും കാവലും എപ്പോഴും നീ നൽകണമുണ്ട്. അള്ളാഹുവേ, മഴയുടെ സമയമാണ്. എത്രയോ അപകട വാർത്തകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 13 ആളുകളാണ് പടച്ചോനെ കർണാടകയുടെ ഒരു ഭാഗത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. പടച്ചോനെ, ഞങ്ങളെ നീ കാക്കമ്പോ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ സലമത്തരമാക്കണമുണ്ട്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി